ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാട്ടാക്കടയിൽ നിന്ന് ബാലയോടത്ത് പോണ വഴിക്ക് പെരുത്താവൂർ എന്നുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഏകദേശം ഈ പടിക്കെട്ടിലെല്ലാം ഉയരെ കയറി മേലെ ചെന്നാൽ മാത്രമേ ഈ ക്ഷേത്രത്തിൽ എത്താൻ സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോ പടിക്കെട്ട് കയറി തുടങ്ങി. സൂര്യ, നമുക്ക് ഈ ബന്ധം വേണ്ടടാ. ഇനി നീ ഒരു അക്ഷരം പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തീരും. ക്ഷേത്രത്തിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള ചെറു കടകളും കാണാം. എനിക്ക് തോന്നുന്നു ഈ 2-3 വീടുകൂടെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വീടില്ലാന്ന്. കുറച്ച് പണികൾ ഇപ്പോൾ ഉയരോട്ട് കയറി. ഇപ്പൊ മേലെ നമുക്കൊരു ഷെഡ് കാണാം. ഇത്രയും ഭാഗം കയറിയപ്പോൾ തന്നെ ആ സൈഡ് കണ്ടോ, അവിടുത്തെ വ്യൂ കണ്ടോ. നമ്മളിപ്പോൾ ഏകദേശം പകുതി പടിക്കെട്ടുകൾ കയറിയെന്നാണ് തോന്നുന്നത്. ഇപ്പോഴേ നല്ല ക്ഷീണിച്ച്. ഞാൻ സംഗീതനാണെങ്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ. അവനെ കയറാൻ വയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഷെഡിൻ്റെ അടുത്തെത്തി. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരുപാട് പടിയുണ്ട് കാണാൻ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് കാണാം. അവിടെ ഓപ്പോസിറ്റ് മലയിൽ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. ഞാൻ കാണിച്ചുതരാം. കണ്ടോ, നല്ലൊരു ക്യാമറയിൽ എന്തുമാത്രം കിട്ടുമെന്ന് പറഞ്ഞോളൂ. എന്തായാലും നല്ലൊരു വ്യൂ ആണ്. ഇവിടെ ഓരോ പടിക്കെട്ടിലും ഓരോ ആൾക്കാരുടെ പേരുടെ എഴുതി നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് പണ്ടെന്തോ നിർമ്മിച്ച പടിയാണെന്നാണ് ഈ സൈഡിലത്. അന്ന് നമുക്ക് വല സൈഡിൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റും. ഇവിടെ നിൽക്കുമ്പോൾ കണ്ടോ, എന്ത് രസം നമുക്ക് കാണാൻ. കുറെ ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ എത്താൻ ഏകദേശം 250 പടികൾ കയറണം. 250 പടികൾ എന്ന് കേൾക്കുമ്പോൾ കുറച്ച് കഠിനം പോലെ തോന്നും. പക്ഷേ കയറുമ്പോഴുള്ള കാറ്റും ചുറ്റുമുള്ള പച്ചപ്പും എല്ലാം ചേർന്ന് നല്ലൊരു ഫീലാണ്. നമ്മൾ ഇവിടെ വരുമ്പോൾ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയൊക്കെ സൂപ്പറാണ്. പിന്നെ ഇത്തരം സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് നമ്മൾ പ്രകൃതിയോട് കൂടുതൽ കണക്ട് ആകുന്ന പോലത്തെ ഫീലൊക്കെ തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ടയർഡ് ആകുന്നുണ്ട്. പക്ഷേ ഓരോ പടി കയറുമ്പോൾ ക്ഷേത്രം അടുത്ത് വരുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്കുണ്ട്. ഇവിടുത്തെ കാറ്റും പച്ചപ്പും ഒക്കെ ശരിക്കും മനസ്സിലൊരു കൂൾ ഫീല് നമുക്ക് തരുന്നു. നമ്മളിപ്പോൾ ഏറ്റവും മണ്ടയ്ക്കാണ് ഉള്ളത്. ഇവിടെ വന്ന് വീഡിയോസ് എല്ലാം എടുത്ത് ക്ഷേത്രത്തിലേക്ക് കയറി. എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിൽ വീഡിയോ എടുത്തുകൂടാൻ തോന്നുന്നു, അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല. എന്തായാലും ഇവിടെ വന്ന് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഏകദേശം എത്ര മണിക്ക് 4 വരയ്ക്ക് വന്നിട്ട് നമ്മൾ 5 മണിയൊക്കെ ആയപ്പോൾ ഉയരെ കയറി എല്ലാം കണ്ടു. നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റിയത്. ഏകദേശം നിങ്ങൾ രാവിലെയും വരാൻ പറ്റും. ഇവിടെ രാവിലെ വന്ന് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും നല്ല രസമായിരിക്കും കാണാനില്ല. അതെ, എന്ത് ചെയ്യുന്നു? അമ്മയെ സഹായിക്കുന്നു. അങ്ങനെ 250 പടി കയറി മേളിലെത്തിയപ്പോൾ ക്ഷേത്രത്തിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യാൻ 2 സൈഡിലും കുരങ്ങന്മാരിയ്ക്കുന്നത് കാണാൻ പറ്റി. എന്തായാലും ഇവിടുത്തെ കാറ്റും ഈ വൈബും എല്ലാം കൂടെ സൂപ്പർ ഫീലാണ്. 250 പടി കയറിയ ക്ഷീണമൊക്കെ ഈ കാഴ്ച കണ്ടപ്പോഴേ മറന്നുപോയി. നിങ്ങൾ ബാലരാമപുരം ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ സ്ഥലം നിർബന്ധമായും കണ്ടിരിക്കണം. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ റേഡിയോ സെറ്റും എല്ലാം വെച്ചിട്ടുണ്ട്. ഏകദേശം 5 മണിയൊക്കെ ആയപ്പോഴും ഇവിടെ റേഡിയോയിൽ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രത്തിന്റെ മെയിൻ എൻട്രൻസ്. അപ്പൊ നമ്മളിനി തിരിച്ചു പോകുമ്പോൾ ഏറ്റവും വെണ്ടയ്ക്ക് വന്നിട്ടുണ്ട് കണ്ടോ. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും കൂടെ ഇത് ഷെയർ ചെയ്ത് മാക്സിമം ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.